ജനവിധി കൈവിടുമെന്ന അവസ്ഥയായപ്പോൾ നിലപാടും ദിശയും നഷ്ടപ്പെട്ട UDFന് ഇന്ന് അധികാര രാഷ്ട്രീയമല്ല, കസേര രാഷ്ട്രീയം മാത്രമാണ് അവർക്കറിയുന്നത്. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാളുമില്ലാത്ത മുന്നണി അധികാര കസേര ആരുടേത് എന്ന ചർച്ചയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്ത് ജനങ്ങൾ ജീവിത ചെലവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൊണ്ട് പൊരുതുമ്പോൾ ഇന്ദിരാഭവനിലെ ചർച്ചകൾ മുഴുവൻ ആരാണ് അടുത്ത കസേരക്കാരൻ എന്ന ചോദ്യത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരു രാഷ്ട്രീയ ദർശനമോ ജനങ്ങളോട് പറയാൻ ഒരു പുതിയ വാഗ്ദാനമോ ഇല്ലാത്ത UDF പഴയ മുഖങ്ങളും പഴകിയ കൂട്ടുകെട്ടുകളും വാരുവിതറി വീണ്ടും അധികാരത്തിലേക്ക് കയറാമെന്ന വ്യാമോഹത്തിലാണ്. എന്നാൽ കസേര കളിയും ഗ്രൂപ്പ് പോരും ചേർന്ന് മുന്നണിയെ സ്വയം വിഴുങ്ങുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം എന്ന് കാണുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ കസേരകളില്ലെന്ന് സണ്ണി ജോസഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നതിനേക്കാൾ ഭേദം പേരാവൂരിലെ മണ്ണിലിറങ്ങി വോട്ട് പിടിക്കുന്നതാണെന്ന ബോധ്യം വന്നതോടെയാണ് സണ്ണി ജോസഫ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. ഇതോടെ നാഥനില്ലാ കളരിയായി മാറാൻ പോകുന്ന KPCCക്ക് പുതിയൊരു തലവൻ ആരാകുമെന്ന ചർച്ചകൾ ഇന്ദിരാഭവന്റെ ഇടനാഴികളിൽ പുകയുകയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ പാർട്ടിയെ നയിക്കാൻ യോഗ്യനെ തേടി ഹൈക്കമാൻഡ് ടോർച്ചുമായി നടക്കുമ്പോൾ മുന്നിലുള്ളത് ഒരു നീണ്ട നിര തന്നെയാണ്. പതിവ് പോലെ സാധ്യതാ പട്ടിക എന്ന മാന്ത്രിക പെട്ടിയുമായി ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. എക്കാലത്തെയും വിശ്വസ്തനായ കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് പട്ടികയിൽ ഒന്നാമനായിട്ടുള്ളത്. മാവേലിക്കരയിൽ നിന്ന് വണ്ടി കയറി KPCC ആസ്ഥാനത്തെത്താൻ കൊടിക്കുന്നിൽ പലവട്ടം ശ്രമിച്ചതാണെങ്കിലും ഡൽഹിയിൽ താങ്കളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് ഓരോ തവണയും അദ്ദേഹത്തെ വഴിതിരിച്ചു വിട്ടു. എന്നാൽ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കൊടിക്കുന്നിൽ പച്ചക്കൊടി കാട്ടി. MPമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ലോകസഭയിൽ ആരിയ്ക്കുമെന്ന ആശങ്ക മാത്രമാണ് ഹൈക്കമാൻഡിന് ബാക്കി. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പോലെ MM ഹസൻ, KC ജോസഫ് എന്നിവരും അധ്യക്ഷ പദവിയിലേക്ക് തങ്ങളുടെ പേരിന് നേരെ ടിക്ക് മാർക്ക് വീഴാൻ കാത്തിരിക്കുകയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി ഷാഫി പറമ്പിലും പരിചയസമ്പന്നനായി ആന്റോ ആന്റണിയും പട്ടികയിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കടിഞ്ഞാൻ ആര് പിടിക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കമില്ല. അത് രമേശ് ചെന്നിത്തല കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സ്ഥാനമൊഴിഞ്ഞ സണ്ണി ജോസഫിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ജില്ല തിരിച്ചുള്ള മുഖാമുഖം പരിപാടിയാണ് നേതൃത്വം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2021 93 സീറ്റിൽ മത്സരിച്ച് 21 വിക്കറ്റ് വീണ കോൺഗ്രസിന് ഇത്തവണ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കൂടെയുള്ള മുസ്ലിം ലീഗ് 25 15 നേടി മാന്യമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസ് ശരിക്കും കിതച്ചു. ഈ നാണക്കേട് മാറ്റാൻ ഒരു അധ്യക്ഷന് വേണം, അതും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുൻപേ. സിറ്റിംഗ് MLAമാർക്കെല്ലാം വീണ്ടും മത്സരിക്കണം, തോറ്റവർക്ക് ജയിക്കണം, MPമാർക്ക് MLAമാരാകണം. ഈ ആഗ്രഹങ്ങളുടെ പെരുമഴയ്ക്കിടയിൽ പുതിയ അധ്യക്ഷൻ ആരായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ ഇരട്ടവാലൻ പല്ലിയുടേത് പോലെയാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.